നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTUവിൻ്റെ 2024 സ്കീമിലെ S1R മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നുള്ള പേപ്പറാണ്. ഇത് ഗ്രൂപ്പ് ബി ആൻഡ് സിക്കാർക്കാണ് ഈ പേപ്പർ പഠിക്കാനുള്ളത്. അപ്പോൾ അവരുടെ 4th മൊഡ്യൂളിലുള്ള ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th മൊഡ്യൂളിലെ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഫൊറിയർ സീരീസിൻ്റെ ജനറൽ ഫോമിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് 2π പീരീഡ് വരുന്നതാണ്. അപ്പം ഞാനിവിടെ ജനറൽ ഫോമിലാണ് പറയുന്നത്. പിന്നെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2π പീരീഡ് വരുന്നത് നമുക്ക് വേറൊരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം അറിയാമല്ലോ ഫൊറിയർ സീരീസ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അത് കരുതിയിട്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഈ ടോപ്പിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ. സോ അറ്റ്ലീസ്റ്റ് ഫോർമുലെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഇപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ കുറേ പേർക്ക് പണിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാനുള്ള ഒരു ക്ഷമയൊന്നും അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അധികം ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പം നിങ്ങൾ അതുപോലെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് ആ ഫോർമുലെങ്കിലും പഠിക്കുക. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ ഫോർമുലെങ്കിലും എഴുതി വെക്കുക. കുറേ സീരീസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫൊറിയർ സീരീസ് എടുക്കുന്നതിന് മുന്നേ ആദ്യം പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് പറയണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ f(x) എന്നുള്ളൊരു ഫംഗ്ഷനെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റണതാ? f(x + b) = f(x) ഫോർ ഓൾ x ആയിരിക്കണം. ഈ p എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണേ. ആൻഡ് ഈ p-നെ വിളിക്കുന്ന പേരാണ് പീരീഡ് ഓഫ് f(x) എന്നുള്ളത്. ഓക്കെ, അപ്പോൾ f(x + p) = f(x) എന്ന് എഴുതാൻ പറ്റിയ നമ്മൾ പറയാം ആ ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡെഫിനിഷൻ വായിച്ചാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല വരും. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സൈനിൻ്റെ വാല്യൂ sin 0 എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം 0 ആണെന്നുള്ളത്. sin π/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? അതിൻ്റെ വാല്യൂ 1 ആണ്. ഇനി sin π എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി sin 3π/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? അതിൻ്റെ വാല്യൂ -1 ആണ്. ഇനി sin 2π എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? അത് 0 ആണ്. ഇനി sin 5π/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? അത് 1 ആണ്. അപ്പോൾ നോക്കിക്കേ, പിന്നെ ഈ വാല്യൂസ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ സൈൻ എന്താണ് 3π എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 3π എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജനറലി അപ്പോൾ ഇങ്ങനെ എഴുതുക, sin 2nπ + x = sin x എന്നാണ് എഴുതുക. ഫോർ ഓൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N എന്താണ്? sin 2nπ + x = sin x എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ഫോർമുലയും നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? p എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 2nπ ആണ് അല്ലേ? ഇവിടുത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2nπ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിക്കേ, അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ p എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, അതായത് ആ ഒരു നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് പീരീഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പോസിറ്റീവ് പീരീഡ് ഓഫ് ദ ഫംഗ്ഷനെയാണ് ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സൈനിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ സൈൻ ഇങ്ങനെ ഓരോ ഇതിന് റിപ്പീറ്റ് ചെയ്യില്ലേ? sin 2π + x എന്ന് പറഞ്ഞാലും sin 4π + x എന്ന് പറഞ്ഞാലും sin 6π + x എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സെട്ര അങ്ങനെ എന്ത് വന്നാലും ഇതൊക്കെ എന്തിനോട് ഈക്വലാണ്? sin x-നോട് ഈക്വലാണ്. പക്ഷെ നോക്കിക്കേ, ഈ പീരീഡിൽ ഏറ്റവും ചെറുത് ഏതാ? 6π ഉണ്ട്, 4π ഉണ്ട്, 2π ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? അത് 2π ആണ്. 2π ആണല്ലോ ഏറ്റവും ചെറിയ വാല്യൂ. അപ്പോൾ ഈ സൈനിൻ്റെ പീരീഡ് എന്താണ്? ഫണ്ടമെൻ്റൽ പീരീഡ് എന്താണ്? ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ sin x-ൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്താണ്? ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 2π ആണ്. 2π എന്നാണ്. അപ്പോൾ ഇപ്പോൾ ചില ഫംഗ്ഷൻസ് പീരിയോഡിക് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ x2, x3, e⁻x ഇതൊന്നും പീരിയോഡിക് അല്ല. അതായത് ഇതിൻ്റെ വാല്യൂസ് ഒന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. പക്ഷേ ഈ ട്രിഗ്നോമെട്രിയിലെ സൈന്, കോസ്, പിന്നെ ടാൻ അങ്ങനത്തെ വാല്യൂസൊക്കെ ഇങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം, എന്നാലും ഫൊറിയർ സീരീസ് എന്താണെന്ന് മനസ്സിലാക്കാം. കാരണം അവിടെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം വരുന്നുണ്ട്. അപ്പോൾ പീരീഡ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൊറിയർ സീരീസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫംഗ്ഷൻ ആ ഒരു ഫോർമുല നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞത് പീരീഡ് എന്താണെന്നുള്ളത്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഫൊറിയർ സീരീസാണ്.
അപ്പോൾ പൊതുവേ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ എൻ്റെ ലെക്ചർ നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കാറുള്ളത്. അപ്പോൾ ലെക്ചർ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ലെക്ചർ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ലെക്ചർ നോട്ട്സ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഫോറിയർ സീരീസ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ ലെക്ചർ നോട്ട്സ് ബേസ് ചെയ്ത് എടുക്കേണ്ട എന്നുള്ളത്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഞാൻ ലെക്ചർ നോട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫോറിയർ സീരീസിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് അവരെ പറയുന്നത്. ഓക്കെ, ഫോറിയർ സീരീസിൻ്റെ ഒരു ജനറൽ ഫോമിലല്ല അവർ പറയുന്നത്, അവരൊരു പർട്ടിക്കുലർ കേസാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ സിലബസിന് ആവശ്യമായിട്ടുള്ള സെക്ഷനിൽ പർട്ടിക്കുലർ കേസാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജനറൽ ഫോമിൽ പറയാമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു സ്കീം വന്നിട്ട് 2024 സ്കീം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് എഴുതുന്ന രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പം നിലവിലുള്ള ഈ ഒരു കറണ്ട് ഇയറിലുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരാമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന അത്ര പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് ഫോറിയർ സീരീസിന് ജനറൽ ഫോമുല പറയാം, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു കേസ് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഫോമുലയാണ്. അപ്പം ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് അയ്യോ ഇതെന്താ രണ്ട് വ്യത്യസ്ത ഫോർമുലാസ് ആണല്ലോ എന്ന് വിചാരിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിലുള്ളത് പർട്ടിക്കുലർ കേസാണ്, ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് നേരെ ജനറൽ ഫോർമുല എന്താണെന്ന് പറയാം. അപ്പോൾ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ടൈലർ സീരീസും മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈലർ സീരീസ് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് എബൌട്ട് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ. ടൈലർ സീരീസ് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നിരിക്കും. ഇനി മെക്ലോറിൻ സീരീസ് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ, എക്സ് എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ആണെന്ന് നമുക്കറിയാം. മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ എക്സ് നോട്ടുള്ള 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് മാത്രമേ തരുള്ളൂ. ഇവിടെ ഫോറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനും തരും, അതുപോലെ തന്നെ ഒരു ഇൻ്റർവെലും തരും. എന്താണ് തരാം, ഒരു ഫംഗ്ഷൻ തരും, ഒരു ഇൻ്റർവെലും ആയിരിക്കും തരാം, പോയിന്റ് അല്ല തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് in the interval, ഏത് ഇൻ്റർവെലാണ്, c, c+2m ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ്, ഒരു ഇൻ്റർവെൽ ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫോറിയർ സീരീസിന് നമുക്ക് അറിയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പീരീഡാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെൽ തരുമല്ലോ, ഈ ഇൻ്റർവെലിൻ്റെ ഫൈനൽ പോയിൻറ്റും ഈ ഫസ്റ്റ് പോയിന്റിൻ്റെയും ഡിഫറൻസ് ആണ്. ഇപ്പോൾ a, b ആണ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ് എങ്ങനെ എഴുതാം, b - a ആണ് പീരീഡ്. അപ്പോൾ ഇവിടെ c+2m ആണ് പീരീഡ് ഇൻ്റർവെൽ എങ്കിൽ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് c+2m - c എന്നാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പീരീഡ് എന്തായിരിക്കും, പീരീഡ് എന്ന് പറയുന്നത് c+2m - c. ഇവിടെ സിയും -c ഉണ്ടല്ലോ, അത് രണ്ട് ക്യാൻസലായ പീരീഡ് എന്തായിട്ട് മാറും, 2m ആയിട്ട് മാറും. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 2m ആണ്. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വെക്കുക, പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിയർ സീരീസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ ഫോർമുലൊക്കെ എഴുതുന്ന സമയത്ത് ഈ പീരീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോറിയർ സീരീസിൻ്റെ ഫോർമുല, ജനറൽ ഫോർമുലയാണ് എഴുതുന്നത്. അതെന്താണെന്ന് വെച്ചാൽ a0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ∞ an cos n⁻m x പ്ലസ് summation n is equal to 1 to infinity bn sin n⁻m x എന്നാണ്. അപ്പോൾ ഇതാണ് ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ ഇതിൽ m എന്താണെന്ന് നമുക്കറിയാം അല്ലേ. m എന്ന് പറഞ്ഞാൽ എന്താണ്, m എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പീരീഡിൻ്റെ പകുതി, പീരീഡ് എന്ന് പറഞ്ഞാൽ 2m ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഈ m എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി a0, an, bn ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതെന്താണെന്നാണ് ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. a0 എന്ന് പറഞ്ഞാൽ 1/2m ഇൻ്റഗ്രൽ c to c+2m f of x dx ആണ്. ഇനി an എന്ന് പറഞ്ഞാൽ an is equal to 1/m ഇൻ്റഗ്രൽ c to c+2m f of x cos n⁻m x dx ആണ്. അതുപോലെ bn എന്ന് പറഞ്ഞാൽ 1/m
ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ ബൈ എം എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എത്ര ഫോർമുലയാണ് പഠിക്കാനുള്ളത് എന്നല്ലേ. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ സി, നമ്മുടെ ഇൻ്റർവെൽ എന്താ തന്നിരിക്കുന്നത്? സി കോമ സി പ്ലസ് 2m അല്ലേ. അപ്പോൾ ഇൻ്റർവെലിൻ്റെ ലിമിറ്റ്സ് എല്ലാം സി ടു സി പ്ലസ് 2m ആണ്. ഈ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലിമിറ്റ് നമ്മൾ സി ടു സി പ്ലസ് 2m ആണ്. അപ്പോൾ ഇൻ്റർവെൽ എന്താണോ അത് തന്നെയാണ് ലിമിറ്റായിട്ട് വരുന്നത്. ഇനി ഇവിടുത്തെ ഈ കോഷൻ ഉണ്ടോ, എ എന്നിൻ്റെ കൂടെ വരുന്ന ടേമാണ് കോസ് എൻ പൈ ബൈ എം എക്സ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എ എൻ എടുക്കുന്ന സമയത്ത് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്താണ്? കോസ് എൻ പൈ ബൈ എം എക്സ് ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ബി എന്നിൻ്റെ കൂടെ വരുന്ന ടേം സൈൻ എൻ പൈ ബൈ എം ഇൻറ്റു എക്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ബി എന്നിൻ്റെ കൂടെ വരുന്ന ടേം നോക്കിക്കേ, സൈൻ എൻ പൈ ബൈ എം ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പൊതുവേ ഫോറിയർ സീരീസ് എല്ലാവരും ഭയങ്കര ടഫാണെന്നാണ് പറയുന്നത്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കുറേ ഫോർമുലാസ് പഠിക്കാനുള്ളതുകൊണ്ടാണ് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ കുറേ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഫോറിയർ സീരീസ് ഭയങ്കര ടഫാണെന്ന് പറയുന്നത്. പക്ഷേ ഫോറിയർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക ഏരിയ ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഇൻ്റഗ്രേഷനൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റഗ്രേഷൻ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ 0,2π ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷനും തരും, പിന്നെ എന്താണ് ഒരു ഇൻ്റർവെലും തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം പീരീഡ് എന്താണെന്ന് എഴുതാന്നുള്ളതാണ്. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് എന്ന് പറഞ്ഞാൽ 2π - 0 ആണ്. ഞാൻ പറഞ്ഞു ഫൈനലായിട്ട് വരുന്നത് മൈനസ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ടേം അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്താണ്? 2π ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയത് നോക്കിയാൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 2m എന്നാണല്ലോ എഴുതിയത് നമ്മളിവിടെ. അപ്പോൾ നോക്കിക്കുക, പീരീഡ് എന്ന് പറഞ്ഞാൽ 2m ആണല്ലോ. അപ്പോൾ എന്താണ്? 2m ഈസ് ഈക്വൽ ടു 2π ആണ്. അങ്ങനെയാണെങ്കിൽ m എന്താണ്? m എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പോൾ നമുക്കറിയില്ല, കുറേ സ്ഥലത്ത് m എന്നുള്ള ടേം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഫോർമുല എഴുതാം. ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് n പൈ ബൈ എം എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ n പൈ ബൈ എം എക്സ്. ഓക്കെ, ഇനി എം എന്താണെന്ന് നമുക്കറിയാലോ, എം എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് n പൈ ബൈ എം എന്ന് പറഞ്ഞാൽ പൈ ആണല്ലോ, അപ്പോൾ ഞാൻ പൈ എന്നിട്ട് കൊടുത്തു എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ n പൈ ബൈ പൈ എക്സ് എന്ന്. ഇനി നോക്കിക്കേ, ഈ പൈ ഇവിടെ ക്യാൻസൽ ചെയ്തുകൂടെ, അതുപോലെ തന്നെ ഈ പൈ ഇവിടെയും ക്യാൻസൽ ചെയ്തുകൂടെ. അപ്പോൾ ഫോറിയർ സീരീസ് എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ്, ഇവിടെ നോക്കിക്കേ n പൈ ബൈ ഇവിടെ ഒരു പൈ ഉണ്ട്, അപ്പോൾ ആ പൈ ക്യാൻസൽ ചെയ്ത് എന്തായിട്ട് മാറി? കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഫോറിയർ സീരീസ്. ഓക്കെ, ഇതിൻ്റെ ഫോറിയർ സീരീസ് ഇനി ഇതാണ്. അപ്പോൾ ബാക്കി എന്താണ്? ഇനി എ നോട്ടും എ എന്നും ബി എന്നും ഒക്കെ കണ്ടുപിടിക്കണം. പക്ഷേ നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു ഫോർമുല എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫോർമുല എഴുതാം. ഓക്കെ, എം എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഫോർമുല അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എ നോട്ടിൻ്റെയും എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പോയാൽ മതി. ഇനി എ നോട്ടിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2m ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ള സാധനം, സി പ്ലസ് 2m എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ എൻഡിങ് ഉള്ള സാധനമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 2m എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? നമ്മുടെ ജനറൽ ഫോർമുല അപ്പോൾ എന്തായിട്ട് മാറും? എ നോട്ട് ഇസ് ഈക്വൽ ടു 1/2m ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നോക്കിക്കേ, നമ്മുടെ പീരീഡ് ആണല്ലോ 2m. പീരീഡ് എന്താണ്? അത് 1/2π ആണ്. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇൻ്റഗ്രൽ
സി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന ടേമാണ്, അത് 0 അല്ലേ. ഇനി സി പ്ലസ് 2m എന്ന് പറഞ്ഞാലോ അത് ഇൻ്റർവെലിൻ്റെ അവസാനം വരുന്ന ആ ടേമാണ്, അത് 2π ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ് ആണ്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ. 1/2π ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2 എന്നാണ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/2π, ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, അപ്പോൾ നോക്കിക്കേ x² എന്നല്ലേ, അപ്പോൾ 2π എന്നുള്ളത് എക്സിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായിട്ട് മാറി 2π² ഡിവൈഡഡ് ബൈ 2 മൈനസ് 0² / 2 എന്ന് വരും. ഇനി നോക്കിക്കേ ഇത് എന്തായിട്ട് മാറി 1/2π ഇൻറ്റു 2π² എന്ന് പറഞ്ഞാൽ 4π² ഡിവൈഡഡ് ബൈ 2 മൈനസ് 0² / 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി 1/2π ഇൻറ്റു 4π² ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ഇനി നോക്കിക്കേ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ അത് 4 ആയിട്ട് വേണം. ഇവിടെ മുകളിൽ 4 അല്ല, അത് രണ്ടും ക്യാൻസലായി പോയി. ഇനി ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു π² ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി പോയാൽ ലാസ്റ്റ് എന്താ വരിക, പൈ എന്നാണ് അപ്പോൾ ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് a0ൻ്റെ വാല്യൂ, അപ്പോൾ പൈ എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് ഇവിടെ ഒരു ബോക്സിൽ പ്രത്യേകം മാറ്റി വെക്കാം. ഇനി an എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. anൻ്റെ ജനറൽ ഫോമുല എന്താണ്, anൻ്റെ ജനറൽ ഫോമുല എന്ന് പറഞ്ഞാൽ 1/m ഇൻ്റഗ്രൽ c ടു c + 2m f ഓഫ് എക്സ് കോസ് nπ/m എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പീരീഡിൻ്റെ പകുതിയാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ് കിട്ടി, എം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് π ആണ്. ഇനി ഇൻ്റഗ്രൽ ഞാൻ പറഞ്ഞു സി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ള ടേം അത് 0യും c + 2m എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ ഫൈനൽ ടേം അത് 2π ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്താണ്, അത് എക്സ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഇൻറ്റു കോസ് nπ/ ഇവിടെ എം എന്ന് പറഞ്ഞാൽ π ആണ്, അപ്പോൾ πx ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, ഇനി ഇതെന്തായിട്ട് മാറി 1/π ഇൻ്റഗ്രൽ 0 ടു 2π എക്സ് ഇൻറ്റു കോസ്, ഇവിടെ ഒരു പൈ ഉണ്ടല്ലോ രണ്ട് സ്ഥലത്തും, അത് ക്യാൻസലായ കോസ് nx dx എന്നായിട്ട് മാറി. ഇനി ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, എക്സും കോസ് nx, അപ്പോൾ രണ്ട് ടേംസിലെ അപ്പോൾ പ്രോഡക്റ്റ് ആണല്ലോ, പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് എടുക്കുക. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ളൊരു ഫോർമുല ഉണ്ട്, അത് ബെർണോളീസ് ഫോർമുല എന്നുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. ബെർണോളീസ് ഫോർമുലേൻ്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ u/v dx, അതായത് യുവും വിയും എക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. അങ്ങനെ രണ്ട് എന്താ പറയുക ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇൻ്റഗ്രൽ ആണെങ്കിൽ u ഇൻറ്റു v1 മൈനസ് u'(v2) പ്ലസ് u'(v3) മൈനസ് എക്സെട്ര എന്നാണ്. ഇതിൽ u എന്ന് പറഞ്ഞാൽ എന്താണ്, u എന്ന് പറഞ്ഞാൽ ഇതാ u എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ, v1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ v dx ആണ്. ഇനി v2 എന്ന് പറഞ്ഞാലോ ഇൻ്റഗ്രൽ v1 dx എന്നാണ്. അതായത് ഇവിടെ കണ്ടുപിടിച്ച ഇൻ്റഗ്രൽ അതിൻ്റെ ഇൻ്റഗ്രലാണ് ഈ v2 ആയിട്ട് വരുന്നത്. അപ്പോൾ v3 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ v2 dx. അതായത് വിൻ്റെ ഇൻ്റഗ്രലാണ് v1, v1ൻ്റെ ഇൻ്റഗ്രലാണ് v2, v2ൻ്റെ ഇൻ്റഗ്രലാണ് v3. അതുപോലെ തന്നെ u എടുക്കുന്ന സമയത്ത് നമ്മൾ u എടുത്തു, ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് u', ഡെറിവേറ്റീവ് u'. അങ്ങനെയാണ് ഈ ഫോർമുല പറഞ്ഞത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബെർണോളീസ് ഫോർമുല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഐലേറ്റ് ആണ് യൂസ് ചെയ്യുക അല്ലേ. ഐലേറ്റിൽ എങ്ങനെ ഇത് ചൂസ് ചെയ്യുക, ഐലേറ്റിൽ എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമാണ്, എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രയാണ്, ടി എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി ആണ്, പിന്നെ അതുപോലെ ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലും ആണ്. അപ്പോൾ ഇത് ഈ ഓർഡറിലാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ചെയ്ത സെക്കൻഡ് ഫംഗ്ഷൻ ചെയ്ത ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ എക്സ് ഇൻറ്റു കോസ് nx എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾജിബ്രയാണ്, കോസ് എന്ന് പറഞ്ഞാൽ അത് ട്രിഗ്നോമെട്രിയിലെ ടേമാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ, നമ്മൾ ഐലേറ്റ് പ്രകാരം ഇവിടെ നോക്കിയാൽ ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്രയും സെക്കൻഡ് ഫംഗ്ഷൻ ട്രിഗ്നോമെട്രിയാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്രയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിനേക്കാൾ ഉപയോഗിക്കാൻ എളുപ്പം എന്താ, ബെർണോളീസ് ഫോർമുലയാണ്. കാരണം ഓൾജിബ്ര എടുക്കുന്ന സമയത്ത് അറിയാം, ഇപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്,
1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, എക്സ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അത് 1 ആണ്. പിന്നെ 1ൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേമേ പോയി. പിന്നെ അടുത്തത് യു ട്രിപ്പിൾ ഡാഷ് എന്ന് വരാം. 0ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഡെറിവേറ്റീവ് 0 ആയി. അപ്പോൾ ആ ടേം മൊത്തമായിട്ട് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പം എന്താണ്, ഓൾജിബ്ര വരുന്ന കേസിൽ നമ്മൾ ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്താൽ മതി, നമുക്കത് എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞത് മനസ്സിലായാലും ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ നോക്കിക്ക്, ഞാൻ സൈഡിൽ നമ്മുടെ ബെർണോളിസ് ഫോർമുല എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ഇൻ്റഗ്രേഷൻ എടുക്കുകയാണ്. 1/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യു അല്ല, അത് അതുപോലെ തന്നെ, ഇവിടുത്തെ യു എന്താണ്, എക്സ് ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു V1, അതായത് വിൻ്റെ ഇൻ്റഗ്രൽ, വി എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ് ആണ്. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ്. അപ്പോൾ സൈൻ എൻ എക്സ്. ഇനി എക്സിൻ്റെ കോഷ്യൻ്റ് എന്താണ്, എക്സിൻ്റെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. ഇനി മൈനസ് യു ഡാഷ് എന്നാണ്, അതായത് യുവിൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ V1ൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ, സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് എന്നാണ്. മൈനസ് കോസ് എൻ എക്സ്. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു എൻ ഉള്ളതുകൊണ്ട് ആ എൻ വരും. ഇനി എക്സിൻ്റെ കോഷ്യൻ്റ് എന്താണ്, എൻ. അപ്പോൾ ആ എന്നും കൂടി ഇവിടെ ഇൻറ്റു ചെയ്താൽ n² എന്നായി. പ്ലസ് ഇനി 1ൻ്റെ ഡെറിവേറ്റീവ് ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, അത് 0 ആണ്. അപ്പോൾ നോക്കിക്കുക, ആ 0 ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അത് പോയി. ഇനി യു ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതും 0 ആണ്. അപ്പോൾ ഇതാ ഇതുവരെ എഴുതിയാൽ മതി. നമ്മൾ ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം, 0 to 2π. അപ്പം ഈ ഓൾജിബ്ര ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്താൽ മതി, ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. പിന്നെ കുറേ കുട്ടികൾക്ക് ഇപ്പോഴും ഡൗട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ സൈൻ nx/n-ൻ്റെ ഇൻ്റഗ്രൽ ഇങ്ങനെ വന്ന് n² എങ്ങനെ വന്നെന്നുള്ളത് അത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞുതരാം. അതായത് സൈൻ nx-ൻ്റെ ഇൻ്റഗ്രൽ, സൈൻ nx/n അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സമയത്ത് n എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, സൈൻ nx dx ആണുള്ളത്. ഇനി നോക്കിക്കേ, സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ, അത് മൈനസ് കോസ് nx എന്നാണ്. ഇനി എക്സിൻ്റെ ഇൻ്റഗ്രൽ, അപ്പോൾ എക്സിൻ്റെ കോഷ്യൻ എന്താ, n അല്ലേ, അപ്പോൾ നമ്മളത് ബൈ n എന്ന് കൊടുക്കും. അപ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത്, മൈനസ് കോസ് nx/n² എന്നാണ്. അതന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്, കണ്ടോ. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് അതായിരിക്കും ഡൗട്ട് വരിക. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ വേണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് തന്നെ അതെടുത്ത് പറഞ്ഞു തരാം. ഇനി ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മളിതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/π ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്താണ് 2π കൊടുക്കേണ്ടത്. അപ്പോൾ 2π ഇൻറ്റു സൈൻ n ഇൻറ്റു 2π, അപ്പോൾ 2nπ ഡിവൈഡഡ് ബൈ n മൈനസ് ഈ മൈനസും എന്തായിട്ട് മാറി, അത് പ്ലസ് ആയിട്ട് മാറി. കോസ് എന്നിൻ്റെ കൂടെ എക്സ് ആണുള്ളത്, അപ്പോൾ അതാണ് ഇവിടെ 2π ആയിട്ട് വരുന്നത്. അപ്പോൾ 2nπ ബൈ n² മൈനസ് എന്തായിട്ട് മാറി, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ബ്രാക്കറ്റ് ഇടാനൊന്നും വിട്ടുപോകരുത്, അപ്പോൾ മൊത്തം തെറ്റിപ്പോവും. ഇവിടെ എക്സ് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആവുന്നുണ്ട്, അപ്പോൾ അതൊന്നും നിങ്ങളിടാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ആ സമയത്ത് തന്നെ മനസ്സിലാക്കി അതവിടെ ഇട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആൻസറേ തെറ്റിപ്പോയാൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇൻറ്റു 0 ഇൻറ്റു എന്തായിട്ട് മാറി, സൈൻ n ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ n മൈനസ് ഈ മൈനസും പ്ലസ് n പ്ലസ് കോസ് n ഇൻറ്റു 0 ബൈ n². ഇനി നോക്കിക്കേ, 1/π ഇൻറ്റു 2π സൈൻ 2nπ എന്താണ്, നമുക്കറിയാം സൈൻ nπ എന്ന് പറഞ്ഞാൽ തന്നെ 0 ആണെന്നുള്ളത്. സൈൻ nπ 0 ആണെങ്കിൽ സൈൻ 2nπ എന്താണ്, സൈൻ 2nπ എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. അപ്പോൾ അത് എന്തായിട്ട് മാറി, ഇൻറ്റു 0 ആയിട്ട് മാറും. പ്ലസ് കോസ് 2nπ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, കോസ് nπ എന്ന് പറഞ്ഞാൽ അത് -1/n ആണ്. അതാട്ടോ ജനറൽ ഫോർമുല. കോസ് nπ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ കോസ് 2nπ എന്ന് പറഞ്ഞാലോ, 2n എന്ന് പറയുമ്പോൾ -1/2n എന്നായി. അതെന്താണ്,
ഒരു ഈവൺ നമ്പർ അല്ലേ ഇവിടെ കിടക്കുന്നത്. -1 ഒരു ഈവൺ നമ്പർ പവർ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, അത് 1 തന്നെയാണ്. അപ്പോൾ cos 2nπ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരുപാട് സമയത്ത് കുറേ സീരീസ് എഴുതുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. cos nπ എന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു n ആണ്. cos 2nπ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. sin nπ എന്ന് പറഞ്ഞാൽ sin 2nπ എന്ന് പറഞ്ഞാലും അത് 0 ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ cos 2nπ എന്നല്ല ഉള്ളത്. അപ്പോൾ അത് 1/n² എന്നായി. മൈനസ് ഇവിടെ നോക്കിയാൽ 0 × sin 0, അതെന്തായാലും 0 ആയിട്ട് പോയി. അപ്പോൾ 0 പ്ലസ് cos n × 0 എന്ന് പറഞ്ഞാൽ അത് cos 0 ആണ്. cos 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1/n². ഇപ്പോൾ ഇവിടെ ഞാനൊരു ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ ഒരിക്കലും മറന്നു പോയത്. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയി. പക്ഷേ ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെ വാല്യൂ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയാൽ വാല്യൂ എല്ലാം തെറ്റായി പോകും. അപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകാതിരിക്കുക. അത് അവിടെ ഞാൻ ഒരു സംഭവം ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഇടാം. 1/π × 2π × 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയിട്ട് പോയി. അതിന് എഴുതേണ്ട ആവശ്യമില്ല. 1/n² -1/n² എന്നായി അല്ലേ. ഇവിടെ മൈനസ് ഉണ്ട്, -1/n². അപ്പോൾ ഇതെന്തായിട്ട് മാറി, 1/n² -1/n² എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ടേം 0 ആയി. അപ്പോൾ ഇതെന്തായിട്ട് മാറി, 1/π × 0 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി, 0 ആണ്. അപ്പോൾ an-ൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്, an-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 0 ആണെന്നാണ്. അപ്പോൾ നോക്കിക്കേ, an-ൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഇനി bn-ൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി bn-ൻ്റെ വാല്യൂ എന്താണ്, bn എന്ന് പറഞ്ഞാൽ 1/m ∫ c to c + 2m f of x sin nπ/m x × dx ആണ്. അപ്പോൾ നോക്കിക്കേ, m എന്ന് പറഞ്ഞാൽ 1/π. ഇനി അടുത്ത് പറയേണ്ടല്ലോ, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ പകുതിയാണെന്നുള്ളത് അറിയാലോ. പിന്നെ c എന്ന് പറഞ്ഞാൽ 0 ആണ്. c + 2m എന്ന് പറഞ്ഞാൽ 2π ആണ്. ഇനി f of x എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് തന്നിട്ട് x ആണ്, sin. ഇനി nπ/π x × dx. ഇനി നോക്കിക്കേ, ദിസ് ഈസ് ഈക്വൽ ടു 1/π ∫ 0 to 2π x × sin. ഇവിടുത്തെ ഈ 2π നമുക്ക് ക്യാൻസൽ ചെയ്താൽ അതെന്തായിട്ട് മാറി, sin nx dx ആയി. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്രയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്ര വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ എന്തായിട്ട് മാറി, 1/π × ഫസ്റ്റ് ഫംഗ്ഷൻ x. അപ്പോൾ x × ഇൻ്റഗ്രൽ ഓഫ് sin nx. sin nx-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, -cos nx / n മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു -cos nx/n-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -sin nx/n² എന്നായിരിക്കും. ഈ n² എങ്ങനെ വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി -1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അത് 0 ആണ്. അപ്പോൾ പിന്നെ ഇത് ഇത്രേ വരുന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറി, 1/π × എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 2π കൊടുക്കണം. 2π -cos n × x, എക്സിൻ്റെ സ്ഥാനത്ത് 2π. അപ്പോൾ 2nπ / n മൈനസ്, ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. ബ്രാക്കറ്റ് ഒരിക്കലും ഇടാൻ മറക്കല്ല. ബ്രാക്കറ്റൊക്കെ ഇടാൻ മറന്നു പോയാൽ ആൻസറേ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ അതൊരിക്കലും ഇടാൻ മറക്കില്ല. നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും ബ്രാക്കറ്റ് ഇടാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ബ്രാക്കറ്റ് ഇടാൻ ശ്രമിക്കുക. -1 × -sin nx ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 2π ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് മാറി, 2nπ എന്നായിട്ട് മാറി. 2nπ / n² മൈനസ് എന്തായിട്ട് മാറി, മൈനസ് ഈ 0 എക്സിൻ്റെ സ്ഥാനത്ത് നിന്ന് 0 × -cos n × 0 എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട്, n × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. cos 0/n -1 × -sin of n × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. sin 0/n². പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ചില കുട്ടികൾ ഇവിടെ മൈനസ് അപ്പർ ലിമിറ്റിൻ്റെ ടേം കഴിഞ്ഞാൽ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ബ്രാക്കറ്റ് വേണം കേട്ടോ.
ഇനി 1/π ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1/π 2π. ഇനി ഞാൻ പറഞ്ഞു cos 2nπ എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ -1/n -1 ഇവിടുത്തെ ഈ -1ഉം ഈ മൈനസും കൂടി പ്ലസ് ആവുന്നത് പ്ലസ് സൈൻ 2nπ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2nπ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 0 ആണ്. അപ്പോൾ +0 മൈനസ് 0 × 0 എന്ന് പറഞ്ഞാൽ 0 × മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. മൈനസ് 1 × -sin 0 സൈൻ 0 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പോൾ ഈ ടേമും 0 ആയി. അപ്പോൾ ഇത് അവസാനം എന്തേ ബാക്കിയുള്ളൂ? 1/π × -2π/n എന്ന് വരും. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ട് സ്ഥലത്തും പൈ ഇല്ലേ, ആ രണ്ടും ക്യാൻസലായി പോയാൽ ബാക്കി എന്താ പറയുക? -2/n എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? an കിട്ടി, a0 കിട്ടി, bn കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊന്നും എടുത്തെഴുതാം അല്ലേ? നമുക്കപ്പോൾ കിട്ടിയത് എന്തൊക്കെയാണ്? a0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? a0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് പൈ ആണെന്നാണ്. അതുപോലെ an എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 0 ആണെന്നും bn എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് -2/n എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f(x) = a0 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ പ്ലസ് സിഗ്മ n = 1 to ∞. എന്താണ്? n = 1 to ∞. an എന്ന് പറഞ്ഞാൽ 0 cos nx പ്ലസ് സമ്മേഷൻ n = 1 to ∞. bn എന്ന് പറഞ്ഞാൽ -2/n × sin nx ആയി. ഇനി നോക്കിക്കേ, ഇവിടെ 0 × cos nx ആണ്. അപ്പോൾ അതെന്തായാലും ക്യാൻസൽ ആയി പോയില്ല. അപ്പോൾ f(x) എന്ന് പറഞ്ഞിട്ട് എന്താ ലാസ്റ്റ് വാല്യൂ വരിക? f(x) = പൈ പ്ലസ് സമ്മേഷൻ n = 1 to ∞ -2/n sin nx. അപ്പോൾ ഇതാണ് f(x) = x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ 0,2πയിലുള്ള ഫോറിയർ സീരീസ്. അധിക കുട്ടികൾക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവർക്കിത് കണ്ടുപിടിക്കാനുള്ളൊരു ക്ഷമയില്ല. പിന്നെ ഇൻ്റഗ്രേഷൻ കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ ഫോറിയർ സീരീസ് ഒട്ടും ഇഷ്ടമില്ലാത്തത്. പിന്നെ അത് കുറേ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുവിധം ഒരു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല, ഇപ്പോൾ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് എന്താ ചെയ്യാന്നുള്ളതും ഇൻ്റഗ്രേഷൻ്റെ ഒരു ബെർണോളിസ് ഫോർമുലയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇൻ്റഗ്രേഷൻ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫോറിയർ സീരീസ് എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ക്ഷമയും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ കുറേ പേർക്ക് ടഫ് ആയതുകൊണ്ട് തന്നെ അവർ ഈ ഏരിയ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഫോറിയർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഉറപ്പായിട്ടും ഫോറിയർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫോർമുലാസ് എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ അതാ ഇവിടെയുള്ള ഈ ഫോർമുല ഉണ്ട്, f(x) = എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ പീരീഡ് എങ്ങനെയാണ് കാണാമെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ നമ്മൾ a0ൻ്റെയും an-ൻ്റെ ഒക്കെ ഫോർമുലാസ് ഉണ്ടല്ലോ, ഈ ഫോർമുലാസ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെച്ച് ആ ഫോർമുലാസ് എങ്കിലും എഴുതി ആ ഫോർമുലയുടെ മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ ഇൻ്റഗ്രേഷൻ എങ്കിലും ചെയ്യുക. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ഫോറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളത് പഠിക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. കാരണം ഉറപ്പായിട്ടും എന്തായാലും ഫോറിയർ സീരീസിന് ഒരു ക്വസ്റ്റ്യൻ ഈ മൊഡ്യൂളിൽ നിന്നുണ്ടാവും.